മക്കളെ 3 മാർക്കാണ് കിട്ടാൻ പോകുന്നത്, ശ്രദ്ധിച്ചിരിക്കുക. ഈ കോമ്പൗണ്ടിനെ നെയിം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ IUPAC നെയിം എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. ഒരു കോമ്പൗണ്ടിന് IUPAC നെയിം എഴുതാൻ പറഞ്ഞാൽ പൊന്നുമക്കൾക്കറിയാം അതിൽ ഏറ്റവും വലിയ ചെയിൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ലോങ്സ്റ്റ് കണ്ടിന്യൂസ് ചെയിൻ ഏതാ? ഇതാ, ഇതിൽ എത്ര കാർബണാ? 3. ഇങ്ങനെ എടുത്താൽ എത്ര കാർബണാ? 3. ഇങ്ങനെ എടുത്താൽ എത്ര കാർബണാ? 3. ഇങ്ങനെ എടുത്താൽ എത്ര കാർബണാ? 3. എങ്ങനെ എടുത്താലും എത്ര കാർബൺ ഉണ്ടാവുക? എങ്ങനെയൊക്കെ നോക്കിയാലും നിങ്ങൾ എടുക്കുന്ന ചെയിനിൽ 3 കാർബൺ ഉണ്ടാവുള്ളൂ. സോ ഞാൻ ഇങ്ങനെ എടുക്കും, സോ നിങ്ങളും ഇങ്ങനെ എടുക്കണം. ഇതെടുത്തോ ചെയിൻ. ഓക്കെ, 3 കാർബൺ. ഇനി ചെയ്യേണ്ടത് ശാഖയുള്ള കാർബൺ, ബ്രാഞ്ചുള്ള കാർബണ് ചെറിയ നമ്പർ കിട്ടണമല്ലേ? ബ്രാഞ്ചുള്ള കാർബണ് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യാം. 1, 2, 3. ബ്രാഞ്ചിലെ കാർബൺ 2 കിട്ടുന്നത്. തിരിച്ച് നമ്പർ ചെയ്തോ, തിരിച്ച് നമ്പർ ചെയ്യാം. 1, 2, 3. ബ്രാഞ്ചിലെ കാർബൺ 2 കിട്ടുന്നത്. എങ്ങനെയൊക്കെ നമ്പർ ചെയ്താലും ബ്രാഞ്ചിലെ കാർബൺ 2 തന്നെയാ കിട്ടുക. ഏത് നമ്പറിങ് സെലക്ട് ചെയ്യാം, ഏത് നമ്പറിങ്. യെസ്, 3 കാർബണിന്റെ പദമൂലം അഥവാ വേർഡ് റൂട്ട് മെത്ത്, എത്ത്, പ്രൊപ്പ്. അത് തന്നെ, 3 കാർബൺ ഉണ്ടെങ്കിൽ പദമൂലം പ്രൊപ്പാണ്. പ്രൊപ്പ്. ഇനി സഫിക്സ് ആണ്, പിൻ പ്രത്യയം അഥവാ സഫിക്സ്. കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണോ, സിംഗിൾ ബോണ്ട് ആണോ, ഡബിൾ ബോണ്ട് ആണോ നോക്കുക. സിംഗിൾ ആടാ, സിംഗിൾ ബോണ്ട് അല്ലേ? കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എയിൻ, പ്രൊപ്പെയിൻ റെഡിയാണ് അല്ലെ? ലോങ് ചെയിനിൽ വരാത്ത 2 കാര്യങ്ങളുണ്ട്. ഇവര് 2 പേരും, ഇവരെ വിളിക്കുന്ന പേരാണ് ബ്രാഞ്ച്. ഇതാണ് ലോങ് ചെയിൻ, വലിയ ചെയിൻ. ഇതിൽ വരാത്ത 2 ആളുണ്ട്, ബ്രാഞ്ച്, ശാഖ. ബ്രാഞ്ച്, 1 കാർബണുള്ള ശാഖയ്ക്ക് വിളിക്കുന്ന പേരാണ് മീഥൈൽ. 2 കാർബണുള്ള ശാഖയ്ക്ക് വിളിക്കുന്ന പേരാണ് ഈഥൈൽ. 3 കാർബണുള്ള ശാഖയ്ക്ക് വിളിക്കുന്ന പേരാണ് പ്രൊപ്പൈൽ. 1 കാർബണുള്ള ശാഖയാണ് മീഥൈൽ. 2ാമത്തെ പൊസിഷനിൽ മീഥൈൽ, ഇവിടെയും 2ാമത്തെ പൊസിഷൻ തന്നെ മീഥൈൽ. സോ 2,2 ഡൈമീഥൈൽ, ക്യാപിറ്റൽ ലെറ്റർ ഡൈ. എഴുതാൻ സ്പേസ് ഇല്ലേ, ഞാൻ ഒന്ന് മാറ്റിയതേ. യെസ്, ഇതേതാ നോക്കാം, ഏതാ നോക്കിക്കോ. 2, ഇവിടെ മാറ്റിയത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റി എഴുതാം. 2 തന്നെ പേര് വരാ. 2,2 ഡൈമീഥൈൽ. എത്രയാ? പ്രൊപ്പെയിൻ. റെഡി അല്ലേ? യെസ്.